സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴിത്തിരിവാകും വിധം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ സഹകരണ നയം രൂപീകരിച്ചത്. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, വലിയ പ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു നയപ്രഖ്യാപനം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ ഉള്ള സഹകരണ നയം 2002 പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഏതാണ്ട് 23 വർഷം ഇപ്പുറമാണ് പുതിയൊരു സഹകരണ നയത്തിലേക്ക് സർക്കാർ എത്തുന്നത്. ഈ പുതിയ സഹകരണ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹകരണ മേഖലയുടെ അഭിവൃദ്ധി, പൂർണ്ണമായ അഭിവൃദ്ധി തന്നെയാണ്. ഒപ്പം തന്നെ സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. 2002 ഈ സഹകരണ നയം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വികാസം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സാഹചര്യം അതല്ല. എല്ലാ തരത്തിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും എല്ലാ മേഖലകളിലാണെങ്കിലും ഡിജിറ്റലൈസേഷൻ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ബാങ്കിങ് സംവിധാനത്തിലായിരുന്നാലും അടിമുടി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ ഇത്തരത്തിൽ ബാങ്കിങ് മേഖലയടക്കം മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഡിജിറ്റലൈസേഷനൊക്കെ കടന്നു വന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ സഹകരണ മേഖല മാത്രം പിന്നോട്ട് നിൽക്കുന്നത് 2002 അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച ഒരു സഹകരണ നയമായിരുന്നു രൂപീകരിച്ചത്. ആ സഹകരണ നയത്തിനനുസൃതമായാണ് ഇപ്പോഴും സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന സഹകരണ നയം അടുത്ത 20 വർഷത്തേക്കുള്ളതാണ്. 2045 വരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP സർക്കാർ പുതിയ സഹകരണ നയം രൂപീകരിക്കുന്നത്. ആ സഹകരണ നയം എന്നുള്ളത് ഗ്രാമീണ മേഖലയിലുള്ള സകല ആൾക്കാർക്കും തൊഴിൽ നൽകുക എന്നുള്ള ഉദ്ദേശം, അതായത് ഈ സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ തൊഴിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു പുതിയ സഹകരണ നയത്തിലുണ്ടാകും. ഇതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിജിറ്റലൈസേഷൻ ഒരു പ്രധാന ഘടകമാകും. ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിലടക്കം സമഗ്രമായ മാറ്റം വരും. പുതിയ മേഖലയിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെ കൈപിടിച്ച് നടത്തിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഈ അമിത്ഷാ ഇന്നിപ്പോൾ സഹകരണ നയം വൈകിട്ട് 5 മണിയോടുകൂടി പ്രഖ്യാപിക്കുക. അതിൽ സമഗ്രമായ, അതായത് സഹകരണ മേഖലയിലാകെ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ ഉതകുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ സഹകരണ മേഖലയുടെ പൂർണ്ണമായ അഭിവൃദ്ധി അതുതന്നെയാണ് മുദ്രാവാക്യം, ആപ്തവാക്യമായി മുന്നോട്ട് വെക്കുന്നത്. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്നുള്ളതാണ്. അത് ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരുടെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്, സഹകാരികളുടെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുതകുന്ന ഒരു നയമായിരിക്കും സർക്കാർ രൂപീകരിക്കുക. 2047 ഭാരതം പൂർണ്ണമായും വികസനത്തിലേക്ക് എത്തുമ്പോൾ അതിന് നാഴികക്കല്ലാകേണ്ടത് സഹകരണ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള വിശ്വാസ സങ്കല്പത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നയ രൂപീകരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ അധ്യക്ഷതയിലുള്ള 48 അംഗ സമിതിയാണ് ഇത് രൂപീകരിച്ചത്. ഈ സമിതിയിൽ വിദഗ്ധരായിട്ടുള്ള അനേകം ആൾക്കാർ ഉൾപ്പെടുന്നു. വിവിധ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർമാരടക്കം ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും ആധുനികവൽക്കരിക്കാൻ ഉതകുന്ന ഒരു നീക്കം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശമാകും പുതിയ സഹകരണ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കൃഷ്ണരാജ്. ശരി, സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.